നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള വീഡിയോ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെയും ദശാകാലം അനുഭവിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ഫലങ്ങളും ദോഷപരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ നല്ലൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് നമ്മൾ വിശാഖ നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയുന്നത്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതികൂല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്രമേണ പുതുവർഷത്തിൽ നല്ല ഫലങ്ങളെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക വിഷമമൊക്കെ വർഷത്തിന്റെ തുടക്കത്തിൽ നേരിടുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. സ്ഥായിയായി നിന്നിരുന്ന കടബാധ്യതകളൊക്കെ വീട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതാണ്. പുതിയ ജോലിക്കൊക്കെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. അനുകൂല സമയമാണ്. കൂടാതെ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള അനുകൂല സമയമാണ്. എന്നാൽ അവിചാരിതമായി അധിക ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴദശയാണ് ആദ്യം. ആകെ 16 വർഷമാണ് വ്യാഴദശ. ഏകദേശം 10 വയസ്സ് വരെ വ്യാഴദശ എന്ന കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഏകദേശം 39 വയസ്സ് വരെ ശനിദശ. ഇത് അനുകൂല സമയമാണ്. ശനിപ്രീതി വരുത്തുക. അതിനുശേഷം ഏകദേശം 56 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഇത് അത്ര അനുകൂല ദശാകാലമല്ല. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 63 വയസ്സ് വരെ കേതുർദശാകാലമാണ്. കേതുർദശാകാലം പൊതുവെ അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിശാഖ നക്ഷത്രക്കാർ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരാപുറവുകൾക്ക് കൂവളമാല സമർപ്പണം എന്നിവയൊക്കെ ചെയ്യുക. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും 2025 നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.